പോയ കാലം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം അധർമ്മം വാഴുന്നുണ്ടെങ്കിൽ ഒരുപാട് ശക്തിയോടുകൂടി ഞാനെത്തും അധർമ്മമാകുന്ന നിന്നെ തകർക്കാൻ. ഒരുപാട് അധർമ്മം വളരുന്നുണ്ടെങ്കിൽ ഒരുപാട് ശക്തിയുള്ള ഒരു കുന്തമായി ഞാൻ വരും. അതൊരു മൂന്ന് മുനയുള്ളൊരു കുന്തമാണെന്നറിയണം. എന്താണ് ആ 3 മുനയുള്ള കുന്തം? ഒന്ന് ജനനവും, ഒന്ന് ജീവിതവും, ഒന്ന് മരണവും. അത് തകർക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ആളുകളെ കുന്തം കൊണ്ട് കുത്തി കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ല. കാലം നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. ഒന്ന് സൃഷ്ടിയും, ഒന്ന് സ്തുതിയും, മറ്റൊന്ന് സംഹാരവും. ജന്മം കൊണ്ട് തന്നെ ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കും. നീ വൈകല്യമുള്ളവനായി ജനിക്കും, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഞാൻ നിന്നെ വൈകല്യമുള്ളവനാക്കി മാറ്റും. നീ പോകും കാലം ഈ വൈകല്യങ്ങളെല്ലാം പേറിക്കൊണ്ട് ഈ വൈകല്യത്തിൻ്റെ എല്ലാം മൂർധന്യതയിൽ നിന്നെ എത്തിച്ചുകൊണ്ട് ആ പ്രാണൻ്റെ പിടയിൽ സഹിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നീ സംഹരിക്കപ്പെടും, നീ ഇല്ലാതായിത്തീരും. അപ്രകാരമുള്ള ഒരു കുന്തമായി 3 മുന്നോയുള്ള ഒരു കുന്തവുമായി ഞാൻ വരുമെന്നും പ്രപഞ്ചം ബോധിപ്പിക്കുന്നു. ആരുടെ നേരെ? അധർമ്മത്തിൻ്റെ നേരെ. ആരാണ് അധർമ്മം ചെയ്യുന്നത്? ഭരണപരമായാണോ, സമൂഹപരമായാണോ, ജീവിതപരമായാണോ? ഇതോരോരോ വീടുകളിൽ നിന്നും നിങ്ങളെവരും തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. മതത്തിൻ്റെ പേരിലും, വർണ്ണത്തിൻ്റെ പേരിലും, വർഗത്തിൻ്റെ പേരിലും നീ വെച്ച് പുലർത്തുന്ന അഹങ്കാരമായിട്ടുള്ള നിൻ്റെ നടപടികളിലെ, അധർമ്മമായിട്ടുള്ള നീ നിലകൊള്ളുന്ന നടപടികളിലെ കാവ്യം ആര് രചിച്ചു? ആ കാവ്യം തിരുത്തണം. കർത്തവ്യം എന്താണെന്നറിയണം. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നറിയണം. ജീവിത ലക്ഷ്യം കരുണയും, കാരുണ്യവും, സ്നേഹവും, സാഹോദര്യ ബന്ധവും, സ്വഭാവശുദ്ധിയും, ജീവിതശുദ്ധിയും. അതുതന്നെയാണ് ഞാനും, അതുതന്നെയാണ് നീയും എന്ന് ബോധിപ്പിക്കുന്നു. അപ്രകാരമാകുവാൻ നോക്കേണ്ടതല്ലേ? പറയുന്നു ഏവരോടായിക്കൊണ്ടും. ഒരു ഭരണകർത്താവിന് പോലും ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർ തിരിച്ചറിയണം. പഞ്ചായത്ത് മുതൽ, ജില്ല മുതൽ, സംസ്ഥാനം മുതൽ, രാജ്യം മുതൽ, രാജ്യങ്ങൾ മുതൽ തിരിച്ചറിയണം. മാനുഷിക മൂല്യങ്ങൾക്കും യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള ഒരു പ്രവചനങ്ങളും, ഒരു പ്രബന്ധങ്ങളും, ഒരു അധികാരമായിട്ടുള്ള ചുമതലകളും വാക്കുകൾ കൊണ്ട് പോലും നിങ്ങൾ വിവരിക്കേണ്ടവരല്ല. നിങ്ങൾ ഭരണകർത്താക്കളാണ്. നിങ്ങൾ മനുഷ്യരടങ്ങുന്നൊരു സമൂഹത്തെ ഭരിക്കുന്നവരാണ്. ഞങ്ങൾ മതങ്ങളെ ഭരിക്കുന്നവരല്ല. പകരം മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്നത്. ആ മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാർപ്പിടങ്ങളും ആഹാരവും സഞ്ചാരപാതയും തുറന്നു കൊടുക്കുകയും ആരോഗ്യ മേഖലകളിൽ അസുഖമില്ലാത്തവരായി വളരുവാനായി കൊണ്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിത രീതിയും ചിട്ടയും നിഷ്ഠയും അവിടങ്ങളിൽ നിലകൊള്ളുന്ന മനുഷ്യരെ ബോധിപ്പിച്ചുകൊണ്ടും നല്ലതായിട്ടുള്ള അന്നപാനീയങ്ങൾ വിളയിച്ചെടുക്കുകയും ആയവ മനുഷ്യരാകുന്ന മനുഷ്യകുലത്തിന് നൽകുകയും
അത് വെറുതെയോ പണത്തിനോ നൽകുവിൻ. അതാണ് ഭരണകർത്താക്കളുടെ കർത്തവ്യം. അല്ലാതെ എന്തിനോ ഏതിനോ വേണ്ടി കടന്ന് നെട്ടോട്ടമോടി അവരെയും കുറ്റപ്പെടുത്തി ഇവരെയും കുറ്റപ്പെടുത്തി പലരുടെയും മനസ്സിൽ വ്രണപ്പെടുത്തി പലരെയും സന്തോഷിപ്പിച്ചു. അപ്രകാരമല്ല ഒരു ഭരണകർത്താവിൻ്റെ കർത്തവ്യമെന്ന് അറിയണം. അവൻ ഒരു ഭരണകർത്താവുമല്ല. അവൻ മാപ്പാക്കണം. ഭഗവാൻ പറയുന്നു, അവനൊരു കാടത്തത്തിൻ്റെ അധികാര ചുമതലയിൽ നിലകൊള്ളുന്നു. ഒരു മനുഷ്യനും ഒരു മതത്തിൻ്റെ ആചരണത്തെയും ആചാരങ്ങളെയും കുറ്റം പറയരുത്. പക്ഷേ മനുഷ്യനും മാനുഷിക മൂല്യങ്ങളെയും വ്യക്തിക്കും ചേരുന്ന രീതിയിലുള്ളൊരു ആരാധനയാണെങ്കിൽ, ആർക്കും ദോഷം ചെയ്യാത്തതാണെങ്കിൽ ആയതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, കുറ്റം പറയാൻ പാടില്ല. അപ്രകാരമല്ലാത്തതായിട്ടുള്ള ആരാധനാ രീതികൾ ഉണ്ടെങ്കിൽ ആയവ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അശുദ്ധമായിട്ടുള്ള ആരാധനകളും അധാർമികപരമായിട്ടുള്ള ആരാധനകൾ പല സ്ഥലങ്ങളിലും നിലകൊള്ളുന്നു. ആയവ കണ്ടെത്തി ആയതിലുള്ള പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തി അത് സമാധാനത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും കൂടി ആലോചനകളിലൂടെയും പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. അപ്രകാരം വേണ്ടതാകുന്നു ഭഗവാൻ ഉണർത്തിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കർത്തവ്യങ്ങൾ മുഴുവനും എന്നിൽ വന്നെത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അവനിൽ ഞാൻ കാരുണ്യമുള്ളവനായി വസിക്കുന്നു. എന്നെ തേടിയും എനിക്ക് വേണ്ടി പാട്ടുപാടിയും മാത്രം ജീവിക്കേണ്ടവനല്ല നീ. നിൻ്റെ ജീവിതമാണ് എനിക്ക് നീ അഭിഷേകമായി പൂജയായി സമർപ്പിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു. നീ ഉള്ള സമയങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ പോയി നിൻ്റെ ജീവിതമാവുന്ന കർത്തവ്യങ്ങളെ നീ വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാതെ കണ്ട് നീ ദേവാലയങ്ങളിലും മറ്റും സ്ഥലങ്ങളിലും പോയിരുന്നു കൊണ്ട് എന്നെ ഭജിക്കുകയും എൻ്റെ നാമജപങ്ങൾ ഉയർത്തുകയും ചെയ്തുകൊണ്ട് നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ചെയ്യാതെ കണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുമ്പോൾ നീ എന്നിലും എത്തുന്നില്ല, നീ ഒന്നിലും എത്തുന്നില്ല എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു. നിൻ്റെ ജീവിതം തന്നെയാണ് എനിക്കുള്ള പരമമായിട്ടുള്ള പൂജ. മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതായിട്ടുള്ള നിൻ്റെ ജീവിതം തന്നെയാണ് എനിക്കുള്ള മഹാപൂജ, മഹായാഗം. ആ മഹാത്യാഗം എന്നിൽ ഒരുപാട് സന്തോഷമുണർത്തിക്കുന്നു. ഭഗവാൻ പറയും, നീ ത്യാഗങ്ങൾ സഹിച്ചും നീ കഷ്ടപ്പെട്ടും നീ നിൻ്റെ കുടുംബത്തെ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നീ എന്നിൽ സമ്പൂർണ്ണ പൂജ്യനായി മാറുന്നു. എന്നിൽ സമ്പൂർണമായിട്ടുള്ളൊരു പൂജയായിത്തീരുന്നു നിൻ്റെ പ്രവൃത്തികളും നിൻ്റെ ത്യാഗവും. നിൻ്റെ ജീവിതമാകുന്ന നിൻ്റെ അനുഷ്ഠാനത്തിലൂടെ നീ എനിക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നു എന്ന് ഭഗവാൻ
ജന്മദിനത്തിൽ ഉണർത്തിക്കുന്നു. നീ ആർക്കു വേണ്ടിയാണ് വെട്ടിപ്പിടിക്കുന്നത്? നീ ആർക്കു വേണ്ടിയാണ് പലതും തകർക്കപ്പെട്ടിട്ടുള്ളതും തകർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും തകർക്കുവാനായിക്കൊണ്ട് ആക്കം കൂട്ടുന്നതും തകർക്കുവാനായിക്കൊണ്ട് പരസ്യമായും രഹസ്യമായും നീ കൂടി ആലോചിക്കുന്നു. നീ ആരൊക്കെയോ കൂട്ടുന്നു, സംസാരിക്കുന്നു, വർണ്ണിക്കുന്നു, പറയുന്നു, ചമയിക്കുന്നു, അലങ്കരിക്കുന്നു. അതാരുടെ ഉന്നമനത്തിനുള്ളതായിട്ടുള്ളതാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ളതാണ്? എനിക്ക് വേണ്ടിയോ? ആയതിന് എന്നിൽ എന്ത് സ്ഥാനമാണുള്ളത്? ആയ സ്ഥാനം നീ എവിടുന്ന് കണ്ടു? എനിക്ക് എവിടുന്ന് കിട്ടി? അത് അജ്ഞാനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരണങ്ങളാണ്, വർണ്ണങ്ങളാണ്, ചമയങ്ങളാണ്, അലങ്കാരങ്ങളാണ്. ആയതിൽ നിന്നുള്ള ഒരുക്കങ്ങളിൽ നിന്നും നീ മുക്തി നേടണം. നീ എന്നിലേക്ക് തിരിയണം. നീ നിന്നിലേക്ക് തിരിയണം. ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ശരിയോ തെറ്റോ നീ ആലോചിക്കുക. നിന്നിൽ ഒന്നുണ്ട്, ഒരു ശുദ്ധബോധം. ആയതിനെ നീ തേടിയിട്ടുണ്ടോ? ആ ശുദ്ധബോധത്തിൽ നിന്ന് ജീവിക്കണം നീ. നീ ജനിക്കുമ്പോൾ നിന്നിൽ ശുദ്ധബോധമേ ഉള്ളൂ. പക്ഷേ നീ മരിക്കുമ്പോൾ നീ അശുദ്ധബോധം കൊണ്ടാണ് മരിക്കുന്നത്. പ്രകൃതി എന്താണ്? മനുഷ്യൻ എന്താണ്? ജീവിതം എന്താണ്? ഈ പ്രപഞ്ചം എന്താണ്? നരകം എന്താണ്? സ്വർഗം എന്താണെന്നറിയാതെ നീ ഒന്നുമല്ലാത്തവനായി നീ പോകുന്നു. നീ വീണ്ടും വരുന്നു. നീ ചെയ്ത അക്രമത്തിൻ്റെ ഫലം അനുഭവിക്കാനായിക്കൊണ്ട്. നീ വിതച്ചതേ നീ കൊയ്യൂ. അറിയണം, നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾക്ക് കിട്ടുന്നതെന്നറിയണം. ഞാൻ പണിയെടുത്തെങ്കിൽ എൻ്റെ കുടുംബം കഴിയൂ, എൻ്റെ വിശപ്പടങ്ങും. ഞാൻ സമ്പാദിച്ചത് എൻ്റെ കുട്ടികൾക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ കൊടുക്കാനായി കഴിയൂ. ആയതിന് സമ്പാദിക്കണം. സമ്പാദ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകുവാൻ കഴിയൂ. എന്നാൽ യുക്തിയോട് കൂടിയിട്ടുള്ള ഭക്തിയും വേണം. യുക്തിക്കനുസരിച്ചിട്ടുള്ള ഭയവും വേണം. ആയതിൽ നിന്നെ നല്ല ചിന്തകൾ ഉണർത്തിക്കുവാനായിക്കൊണ്ട് നിന്നെ പ്രേരിപ്പിക്കും. നിനക്ക് വേണ്ട ഭക്തി അത് ഭയത്തോടുള്ള ഭക്തിയാകുമ്പോഴാണ് നീ അക്രമത്തിന് മുതിരാതിരിക്കുന്നത്. നിൻ്റെ ഭക്തി സത്യമാണെങ്കിൽ, എൻ്റെ ഭക്തി കാരുണ്യം അർഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അനുഗ്രഹം കിട്ടേണ്ടതായിട്ടുള്ളൊരു ഭക്തിയാണ് നിനക്കുള്ളതെങ്കിൽ, നീ എൻ്റെ കുടുംബത്തിലൂടെ നീ എന്നെ കാണാൻ ശ്രമിക്കണം. നിൻ്റെ മക്കളും നിൻ്റെ സഹോദരിമാരും സഹോദരന്മാരും നിൻ്റെ മാതാപിതാക്കളും കുടുംബവും ആയതിലെല്ലാം ഞാൻ തന്നെയാണ്. ആയവ തിരിച്ചറിയണം. ആയ ഏവരിലും എന്നെ കണ്ടുകൊണ്ട് സമൂഹത്തിലുള്ളതെല്ലാം, നാട്ടിലുള്ളതെല്ലാം, രാജ്യത്തിലുള്ളതെല്ലാം, രാജ്യങ്ങളിലുള്ളതെല്ലാം തന്നെ ഞാൻ തന്നെയാണ്. ആയവരിലെല്ലാം നീ എന്നെ ദർശിക്കുമ്പോൾ ഞാൻ നിന്നിലൂടെ വീണ്ടും ജനിക്കുന്നു, ജീവിക്കുന്നു. മായ നിൻ്റെ വിഷമങ്ങളിലും നിനക്ക് പോരായ്മകൾ വരുന്നിടത്തും ഞാൻ താങ്ങും തണലുമായി വർത്തിക്കും. നിനക്കെന്താണോ വേണ്ടത്, നിനക്കെന്താണോ തരേണ്ടത്, അത് നീ ചോദിക്കാതെ തന്നെ നിനക്ക് തന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ?
ചിന്തിക്കണം. നമ്മൾ ധർമ്മിഷ്ഠരായിട്ടാണോ വളരേണ്ടത്, നമ്മൾ അധർമ്മിഷ്ഠരായിട്ടാണോ വളരേണ്ടത്? ധർമ്മത്തിലും ഞാനുണ്ട്, അധർമ്മത്തിലും ഞാനുണ്ട് എന്ന് ഭഗവാൻ ബോധിപ്പിക്കുന്നു. എന്താണ് അധർമ്മത്തിലും ഞാനുണ്ടെന്ന് പറഞ്ഞാൽ? നമ്മൾ തന്നെയാണ് അധർമ്മത്തിലേക്ക് പോകുന്നത്. നമ്മൾ ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും, നമ്മൾ അധർമ്മം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അധർമ്മത്തിൽ കൂടി ജീവിക്കുമ്പോൾ ആ ആളിലും ഞാനില്ലേ? ഇല്ല. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? എന്ന് എപ്രകാരമാണോ ഞാൻ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉള്ളത്, ആ ബോധ്യം തന്നെ നിങ്ങൾ അക്രമാസക്തരാകുമ്പോഴും നിങ്ങൾക്കുണ്ടാകേണ്ടതല്ലേ? അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ധർമ്മമെന്തെന്നും അധർമ്മമെന്തെന്നും തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തും, പുറകോട്ട് മറിയും. എൻ്റെ കർത്തവ്യം അക്രമമല്ല, അനീതിയല്ല. എൻ്റെ ജീവിതം സത്യസന്ധമായിട്ടുള്ളൊരനുഷ്ഠാനമായി, നല്ലൊരു മനുഷ്യനുതകുന്നൊരു കലയായി, ഒരു കലാസൃഷ്ടിയായി അവതരിപ്പിക്കണം. അതാണ് മനുഷ്യൻ്റെ ധർമ്മം എന്നറിയണം. അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, അറിയാത്തവർക്ക് അറിവ് പകർന്നുകൊണ്ട് ആടണം നീ കാവിനെ കാക്കുന്ന സർപ്പമായി. കാവിൽ വിരാജിക്കുന്ന സർപ്പമായി, കാവിൽ പടർന്നു നിൽക്കുന്ന, ഒരുപാട് തണലേകുന്ന വലിയ വൻ വൃക്ഷമായി നീ മാറണം. ആ കാവിലെ വൃക്ഷത്തിൽ നിന്നും ഏവർക്കും സുഗന്ധം പരത്തുന്ന പുഷ്പമായി നീ മാറണം. ഏവരുടെയും ഉണ്മ അറിയിക്കുന്നതായിട്ടുള്ള ഔഷധ ഗുണമുള്ള പഴമായി, ആ വൃക്ഷത്തിൽ പഴമായി നീ വർഷിക്കണം. ആയ വൃക്ഷത്തെ കാത്തുകൊണ്ട് ആ കാവിലെ നാഗമായി ഞാൻ നിന്നെ കാത്തുകൊള്ളാം. അതെല്ലാം ഭഗവാൻ ഉണർത്തിക്കുന്നു. ഭഗവാൻ നാഗമായും കാവായും ഉള്ളതെല്ലാം അവിടെയെല്ലാം ഞാൻ തന്നെയെന്ന്. കാവിലമ്മയാകുന്നതും കാവാകുന്നതും ഞാൻ തന്നെ. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ പരമാത്മാവിനെ വാഴ്ത്തുകയും നാമജപം വചനങ്ങൾ കൊണ്ട് പുകഴ്ത്തിയും വർണ്ണിച്ചും സങ്കൽപ്പിച്ചും അലങ്കരിച്ചും നടക്കുന്നവർ ഉണരണം. സ്നേഹമെന്തെന്നും ധർമ്മമെന്തെന്നും സത്യമെന്തെന്നും ശുദ്ധമായിട്ടുള്ള ജീവിത രീതി എന്തെന്നും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തിരിച്ചറിഞ്ഞും നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ ദിനവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായി ഈ ദിനം മാറണം, വരും ദിനങ്ങളും മാറണം, ഈ ആഴ്ചയും മാറണം, വരും ആഴ്ചകളും മാറണം, ഈ മാസവും അങ്ങനെയായി മാറണം, വരും മാസങ്ങളും അങ്ങനെയായി മാറണം, ഈ വർഷവും അങ്ങനെയായി മാറണം, വരും വർഷങ്ങളും അങ്ങനെയായി മാറണം. ഭഗവാൻ പറയുന്നു, എന്നും നിങ്ങൾ ഘോഷയാത്ര നടത്തണമെന്നും, എന്നും നിങ്ങൾ ഒരുപാട് ഉറക്കൊഴിച്ചുകൊണ്ട് ലോകം മുഴുവൻ അലങ്കരിക്കണം, കൊടിക്കൂറുകൾ നാട്ടണം എന്നുള്ളതല്ല ബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ശ്രീകൃഷ്ണ ജന്മദിനമായി
അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള അറിയിച്ചു തന്നിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കുവാനായിക്കൊണ്ട് നിങ്ങൾക്കാകണം. അവിടെയാണ് നിങ്ങളെന്നും ശ്രീകൃഷ്ണ ജന്മദിനം ആചരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൂടെ ആർക്കൊരു ദോഷവുമില്ലാതെ, ആർക്കാനും തന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ട് സത്യസന്ധതയോടു കൂടിയിട്ടുള്ള ജീവിത രീതിയും ധർമ്മനിഷ്ഠയോടു കൂടിയിട്ടുള്ള ജീവിത രീതിയും ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിട്ടുള്ള തൻ്റെ കർത്തവ്യബോധവും ഉണർന്നവൻ്റെ ഒരു ജീവിതമായി, കലയായി, കാവ്യമായി രചിച്ച് മുന്നോട്ട് പോകണം. ഓരോരുത്തരും, ഓരോ കുഞ്ഞുങ്ങളും, നമ്മുടെ പഞ്ചായത്ത് മുതൽ, നമ്മുടെ താലൂക്ക് മുതൽ, ജില്ല മുതൽ, സംസ്ഥാനം മുതൽ, ഭാരതം മുതൽ ആയതിൻ്റെ പുറമേക്കുമുള്ളവരും എവിടെല്ലാമാണോ മനുഷ്യകുലം നിലകൊള്ളുന്നത്, ആയവരിലേവരിലും ഈ ശ്രീകൃഷ്ണ കർണാമൃതം എവരിലും എത്തട്ടെ. എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവും നിങ്ങളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന മഹാത്മാവും ഒന്ന് തന്നെ. ഞാനും നിങ്ങളും ഒന്നാണ്. ആയ ബോധം നിങ്ങളിലും ജനിക്കട്ടെ. ഞാൻ ഇന്ന് ജനിച്ചവനല്ല. ഞാനൊരു 5000 കൊല്ലം മുമ്പ് ജനിച്ചിട്ടുണ്ട്. ശേഷവും ഞാൻ ജനിച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും ജനിക്കും. ഞാൻ ഇന്നലെയുമുണ്ട്, ഞാൻ ഇന്നുമുണ്ട്, ഞാൻ നാളെയുമുണ്ടാകും. ഞാനൊരു 5000 കൊല്ലം മുമ്പ് ജനിച്ചിട്ടുണ്ടെങ്കിൽ വരും 5000 കൊല്ലങ്ങളിലും ഞാനുണ്ടാകും. അതിനു മുമ്പും പിമ്പും ഞാനുണ്ടാവും. ഇതെല്ലാം ഭഗവാൻ പറയുന്നു. ഭഗവാനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ഗുരുവായൂരിലോ ദ്വാരകയിലോ മധുരയിലോ എവിടെയെല്ലാമാണോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നത്, അവിടങ്ങളിൽ മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നതെന്നറിയണം. അവിടെ മാത്രങ്ങളിലുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നല്ല നിങ്ങളറിയേണ്ടത്. നിങ്ങളിൽ ഓരോരുത്തരിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം നിലകൊള്ളുന്നു, വിരാജിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മെ എല്ലാവർക്കും ഉണരേണ്ടതുണ്ട്. നമ്മളിൽ ആ ചിന്ത, ആ ഒരു അറിവ് ഉണരേണ്ടതുണ്ട്. ആയതിലൂടെ നമ്മൾ വളരേണ്ടതുണ്ട്. അങ്ങനെ വളരുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ദർശിക്കാനായിക്കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ പൂജിക്കേണ്ട, നിങ്ങൾ തൊഴേണ്ട, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നിടത്തെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് കൈവരും. ഇതൊരു ബുദ്ധിയില്ലാത്തവൻ്റെ ബോധത്തിൽ നിന്നും ഉയർന്നതാണെന്ന് കരുതി ഉൾക്കൊള്ളാതെ പോകരുത്. ബുദ്ധിയുള്ളവനോ ബുദ്ധിയില്ലാത്തവനോ ആയി ഞാൻ വിരാജിക്കട്ടെ. രണ്ടും എനിക്കൊരുപോലെയാണ്. രണ്ടിലും ഞാൻ ആനന്ദിക്കുന്നു. ഞാൻ ബുദ്ധിയില്ലാത്ത അതിലും ഞാൻ ആനന്ദിക്കുന്നു. ബുദ്ധിയുള്ളവനാണ് എന്നറിഞ്ഞാലും ഞാൻ ആനന്ദിക്കുന്നു. രണ്ടും എനിക്ക് തുല്യമാണ്. എല്ലാവരും നല്ല ചിന്തയോടുകൂടി വളരണം. നമ്മളെവിടെയും പോയി ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിച്ച് നമ്മളൊരു
ഒരു ശാന്തിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് തിരക്കാർജിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി ഒരുപാട് സമയം ചെലവഴിക്കാതെ നമ്മുടെ കർമ്മങ്ങളിൽ നിങ്ങൾ കർത്തവ്യബോധത്തോടു കൂടി ഉയർന്നു പ്രവർത്തിക്കുവിൻ. അവിടെ ആ കർത്തവ്യബോധമുള്ളവരിൽ ഈശ്വരൻ നിങ്ങളെ തേടി ശാന്തിയായി സമാധാനമായി നിങ്ങളിൽ കുടിയേറും. നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്യുന്ന കർത്തവ്യം എന്താണോ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ, പ്രവൃത്തികൾ എന്താണോ, പ്രവർത്തന മേഖല ഏതാണോ, കൂലിപ്പണി ആയിക്കോട്ടെ, കൃഷിപ്പണി ആയിക്കൊള്ളട്ടെ, മണ്ണിൽ പണിയെടുക്കുന്നവർ ആയിക്കൊള്ളട്ടെ, നിർമ്മാണ തൊഴിലാളികൾ ആയിക്കൊള്ളട്ടെ, ഓഫീസുകളിലെ ജോലിക്കാരായിക്കൊള്ളട്ടെ, ഗവൺമെൻറ് ജോലിക്കാരായിക്കൊള്ളട്ടെ, പ്രൈവറ്റ് ജോലിക്കാരായിക്കൊള്ളട്ടെ, ബിസിനസ്സുകാരായിക്കൊള്ളട്ടെ, കച്ചവടക്കാരായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും കർമ്മങ്ങളിൽ ധർമ്മം വെച്ച് പുലർത്തിക്കൊണ്ട് ആരാണോ മുന്നോട്ട് പോകുന്നത് അവർക്കൊരു കഷ്ടതകളോ നഷ്ടങ്ങളോ ഇല്ലാതെ കണ്ട് ആയവരെ ഞാൻ പരിപോഷിപ്പിക്കുന്നു, ആയതിൽ തൃപ്തി കൊള്ളുന്നു. നമ്മളത് അങ്ങനെ ചെയ്യണം. എല്ലാ പ്രവൃത്തി മേഖലകളിലും ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ കൊള്ളലാഭങ്ങൾ എടുക്കാതെ കണ്ട് കൊള്ളലാഭം ചെയ്യുവാനായിക്കൊണ്ട് അതിൽ ചതിയും വഞ്ചനയും വിഷാംശങ്ങളും ചെലുത്തിയിട്ടുള്ളതായിട്ടുള്ള വിഭവങ്ങളും അത് വിഭാവനം ചെയ്തുകൊണ്ട് ആയിരിക്കരുത് നമ്മുടെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ, ക്രിയകൾ. ഏത് മേഖലകളിലായിരുന്നാലും, ഭരണകൂടത്തിലായിരുന്നാലും, ഏത് തലങ്ങളിലായിക്കഴിഞ്ഞാലും നമ്മൾ കാട്ടിലെ ജീവിക്കുന്ന ആ കാട്ടുജീവികളോടും കരുണ വേണം. നാട്ടിൽ ജീവിക്കുന്ന ജീവികളോടും കരുണ വേണം. അവർക്കൊക്കെ പേ ഇളകുന്നത് എന്തുകൊണ്ടാണെന്നറിയണം. നമ്മുടെ കാലാവസ്ഥ വരുന്നത് എപ്രകാരമാണെന്ന് അറിയണം. അവർക്ക് എന്ത് പോരായ്മകളാണ് ഉള്ളത്. അവരെ തെരുവിൽ നടക്കുന്ന ജീവികളെ അവരെ പരിചരിക്കുവാനായിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് ഹോട്ടലുകളിലും മറ്റും ഇടങ്ങളിലും അന്നന്ന ഓരോ ദിനവും ബാക്കി വരുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ചു കൊണ്ട് ആ പാവപ്പെട്ട നാട്ടിൽ ജീവിക്കുന്നതായിട്ടുള്ള ജീവികൾക്ക് നിങ്ങൾ എത്തിച്ചു നൽകണം. അവരെ പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവെപ്പിലൂടെ മനുഷ്യ കുട്ടികൾക്കോ കുഞ്ഞുങ്ങൾക്കോ മനുഷ്യ സമൂഹത്തിനോ ദോഷമല്ലാത്തതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് അവരെയും നിങ്ങൾ പരിഗണിക്കണം. നിങ്ങൾ കാടിനെ നശിപ്പിക്കരുത്. നാട്ടിലുള്ള വൃക്ഷങ്ങളെ അനാവശ്യമായി നശിപ്പിച്ചുകൊണ്ട് അവിടെ സൗധങ്ങളും കെട്ടിടങ്ങളും പണിയരുത്. ഓരോന്നിനും ഓരോ ഭൂപ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ പ്രകൃതിയാകുന്ന ഈശ്വരൻ കൃഷ്ണൻ ഭഗവാൻ പറയുന്നു, അവിടെയും പ്രകൃതിയായി ഞാൻ മാറും. പ്രകൃതിയായി മാറി ഉരുൾപൊട്ടലുകളായും കാറ്റായും മേഘവിസ്ഫോടനങ്ങളായും ഞാൻ പ്രകൃതിയിൽ നിന്ന് തന്നെ സംഭരിക്കും എന്ന് പറയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നേരില്ലാതെ ആയി വരുമ്പോൾ ആ നേരില്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾക്ക് പാഠമായി വരുന്നത് നമ്മൾ ചെയ്ത പോരായ്മകളുടെ ഫലം അവിടെ ആരൊക്കെയാണോ പരിസരത്ത് നിലകൊള്ളുന്നത്, എന്തൊക്കെയാണോ പരിസരത്ത് നിലകൊള്ളുന്നത്, അതെല്ലാം തകർക്കും പ്രകാരമുള്ള പ്രകൃതിയിൽ നിന്നുള്ള കർത്തവ്യങ്ങൾ പ്രകൃതി നിർവഹിച്ചു കൊള്ളും. ഇപ്പോൾ പ്രകൃതിയെ നമ്മൾ കാണണം, വൃക്ഷങ്ങളെ നമ്മൾ കാണണം, സസ്യലതാദികളെ കാണണം, പക്ഷിമൃഗാദികളെ കാണണം. ഏവർക്കും ജീവിത സ്വാതന്ത്ര്യമുണ്ട്. കാട്ടിലെ ജീവികൾ നാട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ വെടിവെക്കുവാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നൊരു ജീവിയെ നിങ്ങൾ വെടിവെച്ചാൽ
നാളെ 2 ജീവികളിറങ്ങും, അവരെ നിങ്ങൾ വെടിവെക്കണം. പിറ്റത്തെ ദിവസങ്ങളിൽ 3 ആവും, 4 ആവും, 5 ആവും. കാട്ടിലെ ജീവികളില്ലാതാവുമ്പോൾ, കാടിന് അവിടങ്ങളിൽ നിൽക്കുവാനായിക്കൊണ്ടുള്ള പ്രകൃതി സമ്മതിക്കാതെ വരുമ്പോൾ ഒന്നിച്ചു പൊട്ടിയൊലിക്കും നീ വസിക്കുന്നിടത്തേക്കായി. അതെല്ലാം പൊട്ടിയൊലിച്ച് കലക്കി മറിച്ച് കൽക്കിയായും ഞാൻ എഴുന്നള്ളും. ആരും അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് പോകരുത്. കാട്ടിലുള്ളതും പവിത്രമാണെന്നറിയണം. നാട്ടിലുള്ളതുപോലെ ഒരു കർത്തവ്യം അവൻ നിർവഹിക്കുന്നു. ഇപ്രാവശ്യം വന്നിട്ടുള്ള മഴകളും വെള്ളവും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരുന്ന കാലങ്ങളിൽ ഒരുപാട് ചൂട് അനുഭവിക്കേണ്ടി വരുന്നു. ഒരുപാട് ചൂട് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കാലാവസ്ഥ മാറും. ഇന്ന് തന്നെ കരുതിയിരുന്നു കൊള്ളുക. ചൂടിനെ താങ്ങുവാനായിക്കൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് ശരീരത്തെ ക്രമീകരിക്കണം എന്നും ഭഗവാൻ ബോധിപ്പിക്കുന്നു. അതെന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാര രീതികളിൽ ഒരുപാട് നമ്മളെ കഴിക്കുന്ന വിഷമയമായിട്ടുള്ള ആഹാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള കഴിവുള്ള ആഹാര പദാർത്ഥങ്ങൾ മിതമായി കഴിച്ചുകൊണ്ട് ആ വരുന്ന ചൂടിനെ പ്രതിരോധിക്കുവാനായിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് ഭഗവാൻ പറയുന്നു. സൂര്യനായും തകർക്കുവാനായിക്കൊണ്ട് ഇതെല്ലാം പ്രകൃതി തന്നെയാണെന്ന് അറിയണം. പ്രകൃതി തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പോരായ്മകളും പ്രകൃതി നമുക്ക് വികൃതിയായി നൽകും. ഇതൊക്കെ ഇനി ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് നേരമില്ല. നമുക്ക് എവിടെയാണ് പൈസ കിട്ടണത് അവിടെ പോയിട്ട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണു പോകുന്നൊരവസ്ഥ. കാരണം കിട്ടുന്നത് പണമാണ്. അതെത്ര കിട്ടിയാലും അഹങ്കാരിയായിട്ടുള്ള നമ്മൾക്ക് അത് പോരാ, വീണ്ടും കിട്ടണം. പണം കൊടുത്തുകൊണ്ട് പദവി നേടുന്നു. ഓർക്കണം, പണം കൊടുത്തുകൊണ്ട് പദവി നേടുന്നു. പണം കൊടുത്തുകൊണ്ട് പദവി നേടുന്നവൻ പദവി കൊടുത്തുകൊണ്ട് വീണ്ടും പണം നേടുന്നു. ഇതിൽ പരം എന്തു വേണം? നിങ്ങൾ അധർമ്മിഷ്ഠരാണെന്ന് പറയുവാൻ അക്രമികൾക്കും അനീതിയിലൂടെയും അധർമ്മത്തിലൂടെയും പ്രവർത്തിക്കുന്നവർക്കായിക്കൊണ്ട് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. അതുതന്നെ പദവിയിലിരിക്കുന്ന ഓരോരുത്തരും ആദ്യം പദവിയിലെത്തുവാനായിക്കൊണ്ട് പണം കൊടുത്ത് അല്ലെങ്കിൽ സ്വാധീനങ്ങൾ കൊടുത്ത് പദവിയിൽ എത്തുമ്പോൾ ആ പദവി തിരിച്ചു നൽകിക്കൊണ്ട് ആയതിലും അവർ പണം നേടുന്നു. ആയതിനും പിന്നെ അവർ ബാധ്യസ്ഥരാവുകയാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ആണോ അല്ലേ ഇത് കേൾക്കുന്ന ഓരോരുത്തരും വിലയിരുത്തിക്കൊള്ളു. മകൻ മാതാവിനെ വെട്ടുന്നു, കൊല്ലുന്നു, കുടുംബങ്ങളെ കൊല്ലുന്നു. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു. അധ്യാപകർ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു.
മറ്റൊരു തരത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകന്മാരെ പീഡിപ്പിക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും സമരം എന്നുള്ളൊരു ഗർവോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരാജിക്കുന്നു. അതാണ് സമരം കൊണ്ട് എന്തും നേടിയെടുക്കുക. അക്രമത്തിലൂടെ, അനീതിയിലൂടെ തങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടൊക്കെ ഒരു ഭരണകൂടം സമരം എന്തിനേയും നേടിയെടുക്കാനുള്ള, വിദ്യയെ നേടിയെടുക്കാനുള്ളൊരു ഉപകാരമായി ഇന്നത്തെ കാലത്ത് അപ്രകാരം വേണം. ഒരു വിദ്യാലയങ്ങളിലും ഒരു സമര പരിപാടികളും സമര പദ്ധതികളും പാടില്ല, നിരോധിക്കണം എന്ന് പറയുന്നു. ഒരു വിദ്യാഭ്യാസ മേഖലകളിലും അത് മതപരമായാലും ഭൗതികപരമായാലും ആരോഗ്യപരമായിട്ടുള്ള ഏത് മേഖലകളിലായാലും അവിടെയൊന്നും സമരം എന്നുള്ളൊരു സമ്പർക്കത്തിലൂടെ മുന്നോട്ട് പോകരുത്. അവിടെ മാനുഷിക മൂല്യങ്ങളുടെ പോരായ്മകളെ കണ്ടെത്തി, അവരുടെ വളർച്ചയ്ക്കുതകുന്നതായിട്ടുള്ള പോരായ്മകൾ കണ്ടെത്തി, വിദ്യയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വിദ്യ ഉയർത്തുവാനായിക്കൊണ്ട് പോരായ്മകൾ എന്താണെന്ന് കണ്ടുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെന്ന് കണ്ടെത്തിക്കൊണ്ട് ഭരണകൂടം അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും വളർച്ചയ്ക്കുതകുന്നതായിട്ടുള്ള സഹായഹസ്തങ്ങൾ കൊണ്ടും സമൂഹം, ഭരണകൂടം അവരുടെ മുമ്പിലെത്തണം. അതവരുടെ കൂക്കുവിളികൾ കൊണ്ടോ അഹങ്കാരമായിട്ടുള്ള അവസ്ഥകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും ആവരുത്. ആയവ വെച്ച് വളർത്തരുത്. അത് അവസാനിപ്പിക്കണം. എല്ലാ മക്കളും അതിന് തയ്യാറാണ്. എല്ലാ വിദ്യാർത്ഥികളും അതിന് തയ്യാറാണ്. ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും സമരം എന്നുള്ളൊരു പ്രവണത അവിടെ അനുവദിക്കരുത്. പ്രത്യേകമായിട്ട് പ്രൈവറ്റ് കോളേജുകളിലും അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വിദ്യാർത്ഥികൾ ചേർക്കാൻ പാടുള്ളൂ. എന്തിനെങ്കിലും വേണ്ടി നീ സമരത്തിന് മുതിർന്നാൽ അതിവിടം അനുവദനീയമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി നിലകൊള്ളുന്ന വിദ്യാലയങ്ങളാവാം, അല്ലാത്തതാവാം. ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ ആയവ കാണിച്ചുകൊണ്ട് ആവണം വിദ്യാലയങ്ങൾ നടത്തുന്നത്. അവിടെ സമരം നടത്തുന്നത് എന്തിൻ്റെ പേരിലാണ്? അവർക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടോ, വെള്ളം കിട്ടാത്തത് കൊണ്ടോ, അതോ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു ചാടാറായത് കൊണ്ടോ? അതിനെന്തിനാണ് അക്രമത്തിലൂടെ സമരങ്ങൾ നടത്തുന്നത്? പാർട്ടി തിരിഞ്ഞുകൊണ്ട് എന്തിനാണ് അവിടെ സമരങ്ങൾ നടത്തുന്നത്? തമ്മിൽ കുത്താനും വെട്ടാനും ചാവാനോ?